നമുക്ക് സനോജിലേക്ക് കൂടി ഒന്ന് പോകണം. സനോജ്, ഇപ്പോൾ ഈ കോട്ടയം ഈരാറ്റുപേട്ട പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. അവിടെ നിന്നുമാണ് സനോജ് നമ്മളോടൊപ്പം ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സനോജ്, ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൂഞ്ഞാറ് പയ്യാനിത്തോട്ടത്തിലുള്ള ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുന്ന സാഹചര്യമാണ്. വീടുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് പോലും അവശേഷിപ്പിക്കാതെയാണ് ഈ വീട് പൂർണ്ണമായും എടുത്തുകൊണ്ടുപോയത്. ഈ അപകടം സംഭവിക്കുമ്പോൾ 2 പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. മാതാവും മകനുമാണ്. മാതാവ് റെജീനയും ഒപ്പം തന്നെ മകൻ ജോസ്പിനുമായിരുന്നു. ഈ ജോസ്പിനെയും മാതാവിനെയുമാണ് ഈ ഉരുൾപൊട്ടലിൽ കാണാതായത്. എന്നാൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ മകൻ ജോസ്പിൻ്റെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. മാതാവിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാവിലെ മുതൽ നമ്മൾ വാർത്ത നൽകുമ്പോൾ ഈ കോട്ടയം ജില്ലയിൽ ഉരുൾപൊട്ടൽ ഒന്നിടങ്ങളിൽ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ കൂടിയും ആളപായം ഉണ്ടായിരുന്നില്ല എന്ന ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് ആദ്യ മണിക്കൂറിൽ നൽകാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് പുറത്തു വന്ന വാർത്ത ഉരുൾപൊട്ടലിൽ 2 പേരെ കാണാതായി എന്നുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു. അതിൽ ഒരാളിൻ്റെ മൃതദേഹം, ഒരു 18 വയസ്സുള്ള ജോസ്പിൻ എന്ന് പറയപ്പെടുന്ന യുവാവിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ മാതാവ് റെജീനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജോസ്പിൻ്റെ വീട്ടിൽ ജോസ്പിൻ്റെ പിതാവ് ജോണിയും ഒപ്പം തന്നെ 3 മക്കളും ഭാര്യയും അടങ്ങുന്നതായിരുന്നു കുടുംബം. മൂത്ത മകളുടെ വിവാഹം നേരത്തെ കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ മോൾ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മറ്റോ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ മാതാവും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. പിതാവ് ജോണി ജോലി സംബന്ധമായ ആവശ്യത്തിന് പുറത്തു പോയിരുന്നതിനാൽ ഈ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ദുരന്തമുണ്ടായത്. ഈ ഉരുൾപൊട്ടലുണ്ടായി വീട് നിലം പതിക്കുന്ന അല്ലെങ്കിൽ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള നിലവിളി ശബ്ദം കേട്ടിരുന്നതായി ഈ അയൽവാസികൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ദുരന്ത നിവാരണ സേനയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പൂഞ്ഞാർ MLA ആയിട്ടുള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത് ആ വീടിരുന്ന ഇടത്താണ്. വീടുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെയാണ് പൂർണ്ണമായും ഈ പ്രദേശം ഉരുളെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കാണാതായ 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വലിയ തോതിലുള്ള ശ്രമകരമായ ദൗത്യമായിരുന്നു. അങ്ങനെ നടത്തുന്നതിനിടയിലാണ് ഈ തെരച്ചിലിവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ഷോൺ, ഇവിടെ 2 പേരെയാണല്ലോ കാണാതായത്. ഒരാളെ എപ്പോഴാണ് കണ്ടെത്തിയത്? ഒരാളെ കണ്ടെത്തിയിട്ട് 1 മണിക്കൂറല്ലേ? ഒരാളെ കണ്ടെത്തിയിട്ട് 1 മണിക്കൂർ മുകളിലായി. ആൾ മരിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ PMC ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഒരാളെ ഉണ്ട്, അമ്മയും കൂടെ കിട്ടാനുണ്ട്. വീടിരുന്ന സ്ഥലത്താണ് ഈ തെരച്ചിൽ നടക്കുന്നത്. ഇവിടെ ഇതാണ് ആ JCB ഇരിക്കുന്ന സ്ഥലമാണ് വീട്. അവിടെ വീടുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് പോലും ഇല്ല. അതിൻ്റെ മേൽക്കൂരയാണ് താഴെ കിടക്കുന്നത്. ഭീകരമായ ഉരുളായി മേൽക്കൂര അതേപടി താഴെ പോയി. അത് വാർക്കയാണ്. അതാണ് ഷോൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വാർക്ക വീടായിരുന്നു. അവിടുത്തെ ഉരുൾപൊട്ടലിൽ ആ വീട് പൂർണ്ണമായും എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വാർക്ക വീടിൻ്റെ ഒന്നും അവശേഷിപ്പിക്കാതെ ഉരുൾ പൂർണ്ണമായും എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് എങ്കിൽ കൂടിയും അവരെ കൊണ്ട് നടത്താൻ കഴിയുന്ന തരത്തിലുണ്ടാകുന്ന ഒരു ദുരന്തമായിരുന്നില്ല ഇത്. കാരണം പൂർണ്ണമായും മണ്ണ് എടുത്തുകൊണ്ടുപോയി കിലോമീറ്ററുകളോളം കൃഷിയിടം പൂർണ്ണമായും ഒലിച്ചുപോയി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 2 പേരെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മണ്ണുമാന്തി യന്ത്രമൊക്കെ ഇവിടെ എത്തിച്ച് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും മഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാവുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മലയോര മേഖലയിൽ കനത്ത മഴയാണ് ഇന്നലെ
അർദ്ധരാത്രി മുതൽ പെയ്തത്. തുള്ളിക്കൊരു കുടമെന്ന കണക്കിലായിരുന്നു മഴ പെയ്തത്. മണിക്കൂറുകൾ നീണ്ട മഴയ്ക്കൊടുവിൽ പലയിടങ്ങളിലും വലിയ തോതിലുള്ള നാശനഷ്ടം സംഭവിച്ചു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ഒന്നിലേറെ ഇടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഉരുൾപൊട്ടലുണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്ന പൂഞ്ഞാറിലെ പയ്യാനിത്തോട്ടത്തെ ഉരുൾപൊട്ടലുണ്ടായി. അങ്ങനെ ഒന്നിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. ആദ്യഘട്ടങ്ങളിൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ ഒലിച്ചുപോയി എന്നതൊഴിച്ചാൽ മറ്റ് ആളപായമോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്തയായിരുന്നു നമുക്ക് നൽകാൻ കഴിഞ്ഞിരുന്നത്. എങ്കിൽ കൂടിയും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒരാൾ ഈ പ്രളയത്തിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞു എന്നുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഒരു 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ, വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു യുവാവിൻ്റെ വിലപ്പെട്ട ജീവനാണ് ഈ ആദ്യഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത പുറത്തു നൽകാൻ കഴിയുന്നത്. ഇപ്പോൾ ഈരാറ്റുപേട്ട ഈ ടീം എമർജൻസിയുടെ ആളുകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. നമുക്കറിയാം, മുൻപും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും പ്രളയമുണ്ടാകുമ്പോഴും ഒക്കെ ശരി തന്നെ സനോജ് ഒന്ന് തുടരുക. ഇപ്പോൾ പൂഞ്ഞാറിൽ നിന്നുമുള്ള ഒരു CPM പ്രവർത്തകൻ റജി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഈ ഒരു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. റജി, നോക്കൂ, എങ്ങനെയായിരുന്നു, എപ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ വിവരം അറിയുന്നത്? രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? 2:30 ഉരുൾപൊട്ടൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം എന്ന പ്രദേശത്ത്. അത് ഒരു മുകളിൽ നിന്നും 1 കിലോമീറ്റർ മുകളിൽ നിന്നും മണ്ണിടിഞ്ഞ് വീണ വലിയൊരു ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. അത് നേരെ താഴെ വന്ന് മണപ്പാട്ട് ജോണി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീടിന്റെ മുകളിലേക്ക് കംപ്ലീറ്റ്, വീട് ഇല്ലെന്നായ രീതിയിലേക്ക് ആ വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വന്ന് വീണ് വീട് ശേഷം തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ജോണിയുടെ വൈഫും മകനും ഉണ്ടായിരുന്നു. മകനെ ഇപ്പം ബോഡി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഭാര്യയെ ലഭിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിൽ വീടുണ്ടായിരുന്നോ? സമീപ പ്രദേശങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? സമീപപ്രദേശത്ത് പൂഞ്ഞാറ് സമീപപ്രദേശത്ത് എല്ലാം പെരിങ്ങളം പ്രദേശത്തൊക്കെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത പ്രദേശമായ തീക്കോയി 30 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറെ ഉരുൾപൊട്ടലുണ്ടായി. കുറെ വാഹനങ്ങളൊക്കെ ഒഴുകിപ്പോയി. അതുപോലെ തൊട്ടടുത്ത തീക്കോയി പ്രദേശത്ത് കുറെ വീടുകൾ നഷ്ടപ്പെട്ടു. വലിയ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അവിടെയൊക്കെ ഒരു തൂക്കുപാലം തന്നെ ഒലിച്ചുപോയ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ശരി, ഇപ്പോൾ നമ്മൾ സനോജിലേക്ക് തന്നെ പോവുകയാണ്. പൂഞ്ഞാർ MLA കൂടി ചേരുന്നു. ബന്ധുക്കളെ അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഒരാളുടെ ബോഡി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരാളുടെ കൂടെ ബോഡി കണ്ടെടുക്കാം. ഒരു 5 അടി മണ്ണൂടെ നീക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ മഴ വീണ്ടും ഗുരുതരമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം വരാം. എങ്കിലും ഈ പ്രദേശത്തെ ഈ ഒരു വിഷയം നമുക്ക് റെക്ടിഫൈ ചെയ്യാം. എങ്കിലും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളിലും ഗുരുതരമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം നഗരം ഉൾപ്പെടെയുള്ളത് വെള്ളത്തിനടിയിലായി. ഈ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. നിലവിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള കൂട്ടിക്കൽ പഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? നിലവിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഈ അടുത്ത ദിവസം വരെ ഇല്ലായിരുന്നു. നിലവിൽ അങ്ങനെ ഒരു മഴയോ കാര്യങ്ങളോ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ പ്രദേശങ്ങളില്ല. പെട്ടെന്ന് ഒരു 2 ദിവസമായതേ ഉള്ളൂ ഈ മഴ ഇത്രയും ശക്തമായിട്ട് വന്നു. മാത്രമല്ല, ഇന്നലെ രാത്രി പെയ്ത മഴയാണ് ഏറ്റവും. ആ സമയത്ത് ഞാനൊരു മരിച്ച വീട്ടിൽ പോയിട്ട് വന്നപ്പം ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം തുടർച്ചയായിട്ട് ഭീകര മഴയായിരുന്നു. സാധാരണ നല്ലൊരു റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അത്ര ഭീകര മഴയായിരുന്നു. അത് മല സൈഡുകളിലും എല്ലാം പെയ്തപ്പോൾ ഹിൽ സൈഡിലെല്ലാം പെയ്ത നേരത്ത് തുടങ്ങിയ മഴ അർദ്ധരാത്രിയിലും തുടർന്ന് പുലർച്ചെയാണ് അല്പശമനം ഉണ്ടായത്. നേരത്തെന്ന് പറയത്തില്ല. ശരിയായ മഴ തുടങ്ങിയത് ഒരു 9 മണി കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആ മഴ ഒരു 3 മണിക്കൂർ നിന്നിട്ടുണ്ട്. അരുളിക്കൊരു കുടം എന്ന കണക്കിലായിരുന്നു ശക്തമായി പെയ്തിറങ്ങിയത്. അതെ, മഴയുടെ രൂപഭാവം മാറി, അതേ ഉള്ളൂ. അതിനകത്ത് നമുക്കൊരു മഴയെന്ന് പറയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുരുതരമായ ഒരു പ്രളയമായിരുന്നു. മിന്നൽ പ്രളയം പോലെയുള്ളൊരു പ്രതിഭാസം. അതായത് കഴിഞ്ഞ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു 40 അല്ലെങ്കിൽ 50 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുള്ള മഴയല്ല ഇപ്പം പെയ്യുന്നത്. അതാണ് മലമുകളിലുള്ള ഈ വീട്ടിൽ മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന 5 പേരുണ്ടായിരുന്നു എന്നാണ്. അതിൽ 2 പേർ മാത്രമേ ഈ കാഷ്വാലിറ്റി സംഭവിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതെ, 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2 പേർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. നിലവിലെ എത്ര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആ ചെറുപ്പക്കാരൻ ജോസ്ഫിൻ്റെ മൃതദേഹം കണ്ടെത്താൻ നമുക്കൊരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു നേരം വെളുത്ത് 3 മണിക്കൂറോളം എടുത്തിട്ടാണ് കണ്ടെത്താൻ പറ്റിയത്. ഇങ്ങോട്ടേക്ക് ഈ മണ്ണുമാന്തി യന്ത്രമൊക്കെ എത്തിക്കുക എന്നുള്ള വലിയ ശ്രമകരമായിരുന്നു. മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ ശ്രമകരമാണ്. അതിലുപരി ആളുകളെ എത്തിക്കാൻ പാടുപെട്ട്. കാരണം ഈ മറ്റ് പ്രദേശത്ത് നിന്ന് പോലീസിനും ഫയർഫോഴ്സിനും എത്തണമെന്നുണ്ടെങ്കിൽ
എല്ലാ പ്രദേശത്തും വെള്ളം കയറി ബ്ലോക്ക് ചെയ്ത് കിടക്കുക. പാലാ ഉൾപ്പെടുന്ന പ്രദേശം തൊട്ട് മെയിൻ റോഡുകളും ചെറു റോഡുകളും എല്ലാം മീനച്ചിലാറിൻ്റെ കൈവഴികളിലൂടെ തോടുകളിലൂടെ വെള്ളം കയറി ബ്ലോക്കാണ്. അതായത് കോട്ടയത്തു നിന്നും പാലായിലേക്ക് വരുന്ന വഴി, പാലായിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് വരുന്ന വഴി, ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് വരുന്ന എല്ലാ വഴിയും വെള്ളത്തിലായി. വഴികളും ബ്ലോക്കായിരുന്നു. അതോടൊപ്പം തീക്കോയി ഉൾപ്പെടുന്ന പ്രദേശത്ത് ഇതിനെ നേരിടാൻ പീരുമേട് ഇടുക്കിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അവിടെ നിന്നുള്ള RRTFും പോലീസും ഫോഴ്സും എല്ലാം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കോട്ടയത്തു നിന്നുള്ള RRT സംഘത്തെ ഇവിടേക്ക് എത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതാണ് അതിൻ്റെ ഇപ്പം ഓൾറെഡി എത്തിച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെ നിന്നുള്ളത് ഇടുക്കിയിൽ നിന്നുള്ളത് തീക്കോയി വഴി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി അവിടെയെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്, വഴി ക്ലിയർ ചെയ്യുന്നുണ്ട്. മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുമോ? ഇല്ല, അതിനുള്ള മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടുമാണ് ഞാൻ സംസാരിച്ചായിരുന്നു. ഇപ്പം മുഖ്യമന്ത്രി ചിലപ്പം ഇന്ന് എത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട് അതിനുള്ള അടിയന്തരമായ ഏകോപനം ഉണ്ടാവും ഈ കാര്യത്തിൽ. എന്തായാലും MLA കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അതിശക്തമായി പെയ്തിറങ്ങിയ മഴ വലിയ തോതിൽ ഒരു മിന്നൽ പ്രളയമായി മാറിയപ്പോൾ പ്രതീക്ഷിക്കാവുന്നതിനേക്കാൾ ഏറെ വെള്ളമാണ് ഒഴുകിയെത്തിയത്. അത് പലയിടങ്ങളിലും ഉരുൾപൊട്ടലിനാണ് വഴിവെച്ചത്. ഈ ഉരുൾപൊട്ടലും ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും ഉണ്ടായപ്പോൾ ഈ പ്രദേശത്തെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. വാഹന സംവിധാനങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരെ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. വളരെ കുറച്ച് മണിക്കൂറുകളിൽ അതിശക്തമായി പെയ്തിറങ്ങിയ മഴയാണ് മേഖലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടം വരുത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീകരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന്. അതിശക്തമായ ഉരുൾപൊട്ടലിൽ ഈ വീടിരുന്ന പ്രദേശത്ത് ഇപ്പോൾ ഒരു മണ്ണുമാന്തി യന്ത്രം നിലയുറപ്പിക്കുമ്പോൾ അവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെയാണ് ഈ പ്രദേശത്തെ വീട് പൂർണ്ണമായും എടുത്തുകൊണ്ടുപോയത്. എന്തായാലും 5 പേരുണ്ടായിരുന്ന വീട്ടിൽ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിതാവ് ജോലിക്കായി പോയിരുന്നു. ഒരു മകളെ നേരത്തെ വിവാഹം കഴിച്ചയച്ചിരുന്നു. മറ്റൊരു മകൾ പഠനവും മറ്റ് ആവശ്യങ്ങൾക്കുമായി വീട്ടിൽ ഉണ്ടായിരുന്നില്ല. 2 അമ്മയും മകനും മാത്രമാണ് ഈ അപകടം സംഭവിക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ ജീവൻ, മകൻ്റെ വിലപ്പെട്ട ജീവൻ നഷ്ടമായിരിക്കുന്നു. മാതാവിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഇവിടെയുണ്ട്. വലിയ തോതിലുള്ള പരിശ്രമം മാതാവിനെ കണ്ടെത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിന്ദൂരി.